അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ജോലിയുടെ പ്രയാസങ്ങൾ, ഖൈറായ ജോലി ലഭിക്കാനുള്ള അമല് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ധാരാളം ആളുകൾ അത് കണ്ടിട്ട് ആ അമല് സ്വീകരിച്ചിട്ട് തങ്ങളെ റാഹത്താണ്, നല്ലൊരു ജോലി കിട്ടി, തങ്ങളെ ഖൈറാണ് ഇപ്പോൾ എന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾക്കുള്ള പ്രയാസമാണ് ജോലിയുടെ തടസ്സങ്ങൾ, ജോലിയുടെ പ്രയാസങ്ങൾ. ജോലി കിട്ടാൻ തങ്ങളെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, ഞാൻ ഇത്ര കോഴ്സുകൾ എടുത്ത് ഞാൻ CV അയച്ചു, ഇതൊരു ജോലി, ഖൈറായ ജോലി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ വീഡിയോ കണ്ട് ജോലി ലഭിച്ച ആളുകളുണ്ട്. ജോലി ലഭിച്ച ആളുകൾക്ക് ആ ജോലി നഷ്ടപ്പെടാതിരിക്കാനും ഖൈറായ ജോലി ലഭിക്കാനും ഇൻഷാ അല്ലാഹ് ഉള്ളൊരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ. ലഭിച്ച ആളുകൾക്ക് ആ ജോലി നഷ്ടപ്പെടാതിരിക്കാനും ഖൈറായ ജോലി ലഭിക്കാനും ജോലിയിൽ ബർക്കത്ത് ലഭിക്കാനുമുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ആ വീഡിയോ കണ്ട് അമല് സ്വീകരിച്ച് ധാരാളം ആളുകൾക്ക് ജോലി കിട്ടിയവരുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം പ്രയാസങ്ങളാണ് ജോലിയുടെ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ. ധാരാളം ആളുകൾ, നിരന്തരം ആളുകൾ വിളിക്കുന്ന ഒരു പ്രയാസം കൂടിയാണ് ജോലി തടസ്സങ്ങൾ. തങ്ങളെ ജോലി റെഡി ആയിട്ടില്ല, ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടാൻ തങ്ങൾ ദുആ ചെയ്യണം. മകന് വിസിറ്റിങ്ങിന് പോയതാണ്, തങ്ങൾ ദുആ ചെയ്യണം ഖൈറായ ജോലി അവിടെ ലഭിക്കാൻ. തങ്ങളെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. എന്നോട് പറയുന്ന ഓരോ പ്രയാസങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. തങ്ങൾ നല്ലൊരു ഖൈറായ ജോലി ഭർത്താവിനുണ്ടായിരുന്നു. ഒരു മാസത്തിൽ മന്ത്ലി 1 lakh സാലറി ഉള്ള നല്ല ഖൈറായ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോലിയൊന്നുമില്ല. ആ ജോലിയിൽ നിന്നൊക്കെ എക്സിറ്റായി ഇപ്പം നാട്ടിൽ തന്നെയാണ് തങ്ങളെ. ഇപ്പോൾ ഒരു പണിക്കൊന്നും പോകുന്നില്ല. ജോലികളിങ്ങനെ നോക്കുന്നുണ്ട്, ഒന്നും അങ്ങ് അടുത്ത് വരുന്നില്ല. കുറേ തടസ്സങ്ങളാണ്. ഇതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് അമലാണ് സ്വീകരിക്കേണ്ടത്? തങ്ങളെ ഇപ്പം നല്ലൊരു ജോലിയുണ്ട്, അതിൽ ബർക്കത്ത് ലഭിക്കാൻ, ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കാൻ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? മകൻ്റെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കാൻ എന്താണ് ചൊല്ലേണ്ടത്? ധാരാളം വർഷമായി വീട്ടിലാണ്, ജോലിയൊന്നുമില്ല, പ്രയാസത്തിലാണ്. ഒരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല. വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് തങ്ങളെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നല്ല ഖൈറായ ജോലി ഭർത്താവിന് കിട്ടിയാലേ ഞങ്ങൾ കടങ്ങൾ, ഞങ്ങളെ പ്രയാസങ്ങൾ എല്ലാം തീരുകയുള്ളൂ. അതിന് തങ്ങൾ ദുആ ചെയ്യണം. അമല് എന്തെങ്കിലും ഒരു അമല് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും വേണം എന്ന് പറഞ്ഞ് ധാരാളം പ്രയാസങ്ങൾ വിളിക്കുന്ന ഭാര്യമാരുണ്ട്, യുവാക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. എല്ലാവർക്കും ഈ അമല് ചെയ്യാം. ഭർത്താവിനാണെങ്കിൽ ഭാര്യ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്നിട്ട് ഈ അമല് ചെയ്യാം. അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല ഇൻഷാ അല്ലാഹ്. ഈ അമല് ചെയ്തിട്ട് ധാരാളം ആളുകളുടെ ജോലിയിൽ ഖൈർ ലഭിച്ചവർ, ജോലി നഷ്ടപ്പെട്ടു പോയ ജോലി തിരിച്ചു കിട്ടിയ ആളുകളുണ്ട്. അവരൊക്കെ ഇത് റാഹത്താണ് തങ്ങളെ, ഇപ്പം എനിക്ക് നല്ല ജോലി കിട്ടി, ആ നഷ്ടപ്പെട്ട ജോലി എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്, തങ്ങൾ ദുആ ചെയ്യണം. തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ധാരാളം ആളുകളെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ, നമ്മൾ ചെയ്യുന്ന അമല്
ഒരാൾക്ക് അത് ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അത് ഫലം കിട്ടട്ടെ എന്ന ഒരു രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ വീഡിയോകൾ അറിയാത്തവർ ധാരാളം സാധാരണക്കാരുകളാണ്, ധാരാളം സാധാരണക്കാരായ ആളുകളാണ് നമ്മളെ വീഡിയോ കാണുന്നത്. ധാരാളം ആളുകൾ വീഡിയോ കണ്ടിട്ട് തങ്ങളെ ഇപ്പോൾ ഒരു ഉപകാരമുണ്ട്, തങ്ങളെ വീഡിയോ ഒക്കെ നല്ല വീഡിയോ ആണ്, തങ്ങളെ വീഡിയോ ഒക്കെ ഹൈറായ വീഡിയോ ആണ്, ഞങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞ് ധാരാളം പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ച ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോരോ നല്ല നല്ല കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള അമലുകളാണ്. ഞമ്മക്കറിയുന്ന അമലുകൾ ഞാൻ നിങ്ങൾക്കും കൂടി പകർന്നു തരികയാണ്. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയുന്ന നല്ല നല്ല കാര്യങ്ങൾ ഈ വീഡിയോസിലൂടെ നിങ്ങൾക്കും കൂടി ഞങ്ങൾ പകർന്നു തരികയാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തി കളയണ്ട. എല്ലാവർക്കും ധാരാളം യുവാക്കൾക്കുള്ള പ്രയാസമാണ് ജോലി തടസ്സങ്ങൾ. ധാരാളം യുവാക്കൾ ബന്ധപ്പെടാറുണ്ട്, തങ്ങളെ ഹൈറായി നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഇപ്പം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആ ജോലി തന്നെ തിരിച്ചു കിട്ടണം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്ത് അമലുകളാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നവർക്കൊക്കെ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്താണ് അമല്? നമ്മൾ അമലിലേക്ക് കിടക്കാം. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക്, നിങ്ങൾ ഇശാ നിസ്കരിച്ചതിന് ശേഷം വിത്ർ നിസ്കരിക്കുന്നതിന് മുമ്പ്, ഇശാ നിസ്കരിച്ച് വിത്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചൊല്ലേണ്ടത് എന്താണ് ചൊല്ലേണ്ടത്? ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത് എന്ന ഈ ആയത്ത് നിങ്ങൾ 491 പ്രാവശ്യം നിങ്ങൾ ഇശ നിസ്കരിച്ചതിന് ശേഷം, നിങ്ങൾ വിത്ർ നിസ്കരിക്കുന്നതിന് മുമ്പ്, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം വിത്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് 491 പ്രാവശ്യം വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത് എന്ന ഈ ദിക്ർ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നീട് നിങ്ങൾ ചൊല്ലേണ്ടത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് 818 പ്രാവശ്യം. നിങ്ങൾ പിന്നീട് ചൊല്ലേണ്ടത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് 818 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. ഹൈറായ ജോലി ലഭിച്ചിരിക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കേണ്ടത് നല്ല ഹൈറായ ജോലി ലഭിക്കാനും, ജോലിയിൽ തടസ്സങ്ങളില്ലാതിരിക്കാനും, നല്ല ഹൈറായ ജോലിയിലെ പ്രയാസങ്ങൾ തീരാനും, നല്ല ഹൈറായ ജോലി ലഭിക്കാനും, ജോലിയിൽ ബർക്കത്ത് ലഭിക്കാനും, നഷ്ടപ്പെട്ടു പോയ ജോലി തിരിച്ചു കിട്ടാനും നിങ്ങൾ ചൊല്ലേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചൊല്ലേണ്ടത് ഇശ നിസ്കരിച്ചതിന് ശേഷം വിത്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം 491 പ്രാവശ്യം വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത് എന്ന ആയത്ത് ചൊല്ലുക. പിന്നെ നിങ്ങൾ ചൊല്ലേണ്ടത് 818 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് ചൊല്ലുക. പിന്നെ നിങ്ങൾ ചൊല്ലേണ്ടത് 4000 പ്രാവശ്യം, ഒരു ദിവസത്തിൽ 4000 പ്രാവശ്യം നിങ്ങൾ നിയ്യത്ത് ചെയ്തിട്ട് നല്ല ജോലി ലഭിക്കാൻ, ജോലിയിലെ പ്രയാസങ്ങൾ തീരാൻ, ജോലിയിലെ തടസ്സങ്ങൾ തീരാൻ, ജോലി നഷ്ടപ്പെട്ടു പോയ ജോലി തിരിച്ചു ലഭിക്കാൻ നിങ്ങൾ ചൊല്ലേണ്ടത് യാ മുഈദ് എന്ന ഈ ദിക്ർ നിങ്ങൾ പതിവാക്കുക. 4000 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. അള്ളാഹു ഹൈറായ നല്ലൊരു ജോലി അള്ളാഹു എളുപ്പമാക്കട്ടെ. മക്കളെ ജോലി തടസ്സമാണോ ഉമ്മ വീട്ടിലിരുന്ന് ചെല്ലുക. ഭർത്താവിൻ്റെ ജോലിയിലെ പ്രയാസങ്ങളാണോ ഞാൻ ഈ പറയുന്ന ഇത്തരം പ്രയാസങ്ങളാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, ഭാര്യ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ചൊല്ലാം. ഭർത്താവിൻ്റെ ജോലി പ്രയാസങ്ങൾ ചൊല്ലാൻ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ചൊല്ലാം. ഈ അമലുകളൊക്കെ മറ്റുള്ളവർക്കാണെങ്കിൽ ഞങ്ങൾ അവരുടെ പേരിൽ നിയ്യത്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അവർക്കും ചൊല്ലാം. നിങ്ങൾക്ക് ആർക്കാണോ ജോലി ലഭിക്കാനുള്ളത് അവരെ മനസ്സിൽ കരുതിക്കൊണ്ട് അവർക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ അമൽ സ്വീകരിക്കാൻ, മക്കൾക്കാണോ ഉമ്മക്ക് ചൊല്ലാം, ഭർത്താവിനാണോ ഭാര്യയ്ക്ക് ചൊല്ലാം, ഭാര്യയ്ക്കാണോ ഭർത്താവിന് ചൊല്ലാം, ആർക്കും ചൊല്ലാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചൊല്ലുന്ന ഓരോ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതിൻ്റെ ഒരു ഹൈറായ വശം അള്ളാഹു നൽകുമാറാകട്ടെ. ധാരാളം നമ്മൾ
ഓരോ അമലുകൾ ചെയ്യുമ്പോഴും ഓരോ അമലുകൾ നമ്മൾ ഓരോ വീഡിയോസിലൂടെ പറയുമ്പോഴും ധാരാളം ആളുകൾ അത് സ്വീകരിച്ച് അവർക്കൊക്കെ ഫലം കിട്ടിയിട്ട് എനിക്ക് വിളിച്ച ആളുകളുണ്ട്. അൽഹംദുലില്ലാ വിളിച്ച ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിളിച്ച് പറയുന്ന ആളുകളുണ്ട്. ഫോണിലായിട്ടും കമൻറ്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും തങ്ങളെ ഇത്തരം പ്രയാസങ്ങളാണ്, ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇത്തരം തടസ്സങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ, തങ്ങളൊന്ന് കണക്ക് വെച്ച് നോക്കി ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്, എന്ന് മെസ്സേജുകൾ അയക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അർഹം റഹീമിനായ അല്ലാഹ് അവർക്കൊരു പ്രയാസങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒരു പരിവട്ടനങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒരു വെള്ളായ്മകളോ ഒരു പോരായ്മകളോ അല്ലാഹുവരുടെ ജീവിതത്തിൽ നൽകല്ല തമ്പുരാനെ. റാഹത്തായുള്ളൊരു ജീവിതം അല്ലാഹു അവർക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് കണ്ണടക്കുന്നതിന് മുമ്പ് എല്ലാ പ്രയാസങ്ങളും നീർന്ന് എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് കണ്ണടക്കാൻ, പുഞ്ചിരി തൂകി കണ്ണടക്കാൻ അല്ലാഹു അവർക്ക് തൗഫീക്ക് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ധാരാളം പ്രയാസങ്ങൾ വിളിച്ച് പറയുന്ന ആളുകളുണ്ട്, നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആളുകളുണ്ട്. അല്ലാഹുവേ അവരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ നീ ഖൈറ് പ്രദാനം ചെയ്യണേ. ഖൈറ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. സിഹർ പോലുള്ള സാഹിര്യങ്ങളെ സിഹർ പോലുള്ള മാക്കരിയങ്ങളെ മക്കർ പോലുള്ള പ്രയാസങ്ങൾ തൊട്ട് അല്ലാഹു ഇവരെ നീ ബാത്തിലാക്കി കളയണേ. ധാരാളം ആളുകൾ അത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട്. സിഹറുമായി ധാരാളം വർഷക്കാലം കുടുങ്ങി നിൽക്കുന്ന ആളുകളെ വിളിച്ച് ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ സിഹർ പോലുള്ള സാഹിര്യങ്ങളെ സിഹർ പോലുള്ള പ്രയാസങ്ങൾ അല്ലാഹു നീ ബാത്തിലാക്കി കളയണം. ബാത്തിലാക്കണേ തമ്പുരാനെ. പൈശാചികമായ ഉപദ്രവങ്ങൾ അല്ലാഹു അവരുടെ ജീവിതത്തിൽ നീ പ്രയാസം കൊടുക്കല്ലേ അത്തരം പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊടുക്കല്ലേ തമ്പുരാനെ. നമ്മളെ മജ്ലിസിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ കൊടുക്കല്ലേ തമ്പുരാനെ. പ്രയാസങ്ങൾ അകന്നു തീർന്ന ആളുകളുണ്ട് നമ്മളുടെ അടുത്തേക്ക് വന്ന് പ്രയാസങ്ങൾ ഇപ്പോൾ റാഹത്താണ് തങ്ങൾ അത് ചെയ്തതിന് ശേഷം ഇപ്പം ഹൈറാണെന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ ഇനി ഒരിക്കലും അത്തരം പ്രയാസങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കല്ലേ തമ്പുരാനെ. അത്തരം ബുദ്ധിമുട്ടുകൾ അത്തരം പ്രയാസങ്ങളിൽ അവരായിത്തല്ലേ തമ്പുരാനെ. പല ജാതി ജോലി സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവർ പഠിച്ച ജോലി തങ്ങളെ കിട്ടണം, ഞാൻ പഠിച്ച ജോലി കിട്ടണം, ഈ അമൽ ചെയ്തോ അല്ലാഹു അവർക്ക് നീ കൊടുക്കണേ. അവർ സ്വപ്നം കാണുന്ന ജോലി അല്ലാഹു അവർക്ക് നീ കൊടുക്കണേ. അവരെ സമ്പത്തിൽ അല്ലാഹു നീ ബർക്കത്ത് ചൊരിയണേ തമ്പുരാനെ. ഞങ്ങളെ കാര്യത്തിൽ മറന്നു പോകരുത്. തങ്ങൾ ദുആ ചെയ്യണം, ഹൈറായ ജോലി എൻ്റെ മകൻക്ക് ലഭിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഹൈറായ ജോലി ലഭിക്കാൻ, തടസ്സങ്ങൾ മാറാൻ തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇക്കാമിൻ്റെ പ്രയാസമാണ്, തനാസുൽ മാറി കിട്ടിയിട്ടില്ല, തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ അത്തരം പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊടുക്കല്ലേ. എത്രയും പെട്ടെന്ന് നീ എളുപ്പമാക്കണേ തമ്പുരാനെ. എല്ലാവർക്കും വേണ്ടി നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം. ജോലി പ്രയാസങ്ങൾ പറഞ്ഞ ആളുകൾ, ബുദ്ധിമുട്ടുകൾ പറഞ്ഞ ആളുകൾ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പറഞ്ഞ ആളുകൾ, സിഹർ പോലുള്ള കണ്ണേർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ പോലുള്ളവർ, അത്തരം ബുദ്ധിമുട്ട് പറഞ്ഞ എല്ലാവർക്കും വേണ്ടി രോഗങ്ങൾ, എൻ്റെ മുഅ്മിനീങ്ങളെ ധാരാളം ആളുകൾ രോഗികളാണ്, രോഗപ്രയാസങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെ ദുആക്ക് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയുക. നിങ്ങളുടെ മുറാദുകൾ നിങ്ങൾ മനസ്സിൽ വെച്ചോളി. നിങ്ങളെ ഭർത്താവിൻ്റെ പ്രയാസമാണോ മനസ്സിൽ വെച്ചോളി, ഭാര്യയുടെ പ്രയാസമാണോ ഭർത്താവ് മനസ്സിൽ വെച്ചോളി, കടങ്ങൾ തീരാനാണോ മനസ്സിൽ, കടങ്ങളൊക്കെ അത്ര മുറാദുകൾ മനസ്സിൽ വെച്ചോ.
കച്ചവടത്തിൽ ഹൈർ ലഭിക്കാനാണോ മനസ്സിൽ വെച്ചോ, ജോലിയുടെ പ്രയാസമാണോ മനസ്സിൽ വെച്ചോ, ദുആ ചെയ്തോ. അള്ളാഹു സ്വീകരിക്കും. രോഗങ്ങളാണോ, പ്രയാസങ്ങളാണോ, ദുരിതങ്ങളാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുരിതങ്ങളും മനസ്സിൽ വെച്ച് പടച്ച റബ്ബിനോട് ചോദിച്ചോളി. ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഹൈർ നമ്മളിൽ നിന്ന് അടുപ്പിക്കുമാറാകട്ടെ. അള്ളാഹു ഹൈറായ വശം നമ്മളിലേക്ക് അള്ളാഹു അടുപ്പിക്കുമാറാകട്ടെ. ഷെറിൻ്റെ കവാടങ്ങൾ അള്ളാഹുവിനെ കൊട്ടിയടക്കണേ. ഞങ്ങളെ തൊട്ട്, ഞങ്ങളെ കുടുംബത്തെ തൊട്ട്, ഞങ്ങളെ വീടിനെ തൊട്ട്, ഞങ്ങളെ പറമ്പിനെ തൊട്ട് എല്ലാം ദോഷങ്ങളും നീ അടക്കണേ. നീ കൊട്ടിയടക്കണേ തമ്പുരാനെ, നീ കൊട്ടിയടക്കണേ തമ്പുരാനെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. നമ്മൾ മോശക്കാരാണെങ്കിലും, ഈ ആമീൻ പറയുന്ന നമ്മൾ മോശക്കാരാണെങ്കിലും എത്രയോ ആളുകൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ആബിദീങ്ങൾ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അവരൊരാമീൻ പറഞ്ഞാൽ, അവരാമീൻ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇരുത്തം മുതലായി, നമ്മൾ ഈ വീഡിയോ കാണൽ മുതലായി, നമ്മൾ ഈ മജ്ലിസ് കാണൽ മുതലായി, എല്ലാം മുതലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അത്തരം അവസ്ഥ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ധാരാളം ആളുകളാണ് നമ്മളെ വീഡിയോ കാണുന്നത്. അവരൊക്കെ ഒരാമീൻ പറഞ്ഞാൽ നമ്മളെ ദുആ മുതലായി, നമ്മളെ എല്ലാ കാര്യങ്ങളും മുതലായി, നമ്മളെ ഹസനാത്ത് ഹറക്കാത്തുകൾ മുതലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معيمن يا عزيز يا جبار يا متكبر يا خالق يا رافع يا مدل يا سميع يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام. أرحم الراحمين يا راجنا يا ملك الجبار يا مالك الملوك يا الله. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മൺമറഞ്ഞു പോയ അല്ലാഹിൻ്റെ ഔലിയാക്കൾ, ഇവരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, തട്ടിക്കളയല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ലതായ സൽക്രമങ്ങൾ അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അമാലുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ തമ്പുരാനെ. ദുനിയാവിൻ്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കാനുള്ളത് ആഖിറത്തിൻ്റെ കാര്യമാണ് അല്ലാഹ്, ആഖിറത്തിൻ്റെ കാര്യമാണ് തമ്പുരാനെ. ആഖിറം വെളിച്ചമാക്കണേ അല്ലാഹ്, ആഖിറം വെളിച്ചമാക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ, ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ ഈമാൻ നിറവടിയാക്കണേ അല്ലാഹ്, ഈമാൻ നിറവടിയാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾക്ക് പ്രയാസങ്ങളും പരിവട്ടണങ്ങളും ബുദ്ധിമുട്ടുകളും പോരായ്മകളും വല്ലായ്മകളും വിളിച്ച് പറയുന്ന ആളുകളുണ്ട് തമ്പുരാനെ. അവരുടെ സകലമായ ഉദ്ദേശങ്ങളും ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ നടത്തി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ഹലാലായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ.
തങ്ങളെ പ്രയാസമാണ്, ബുദ്ധിമുട്ടിലാണ്, വല്ലായ്മയിലാണ്, പോരായ്മയിലാണ്, തങ്ങളെ ബുദ്ധിമുട്ടിലാണെന്ന് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹ് എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കണേ അല്ലാ. സലാമത്തിൻ്റെ ഒരു കവാടം അല്ലാഹുവേ അവരെ തൊട്ട് നീ തുറക്കണേ അല്ലാ, തുറന്നു കൊടുക്കണേ അല്ലാ. അർഹമർ റഹീമീനായ തമ്പുരാനെ, ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാ. തങ്ങളെ ദുആ ചെയ്യണേ, തങ്ങളെ മജ്ലിസിൽ തങ്ങളെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലാ. അല്ലാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹ് ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അത്തരം രോഗങ്ങൾ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ നീ അത് കരിയിച്ച് കളയണേ അല്ലാ, നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ തമ്പുരാനെ, മാരകമായ ക്യാൻസർ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഉള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ ട്യൂമർ പോലുള്ള മാരകമായ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഉള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. കീറി മുറിക്കുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. അർഹമർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ നയിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അവസ്ഥ, അത്തരം രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. ഊരവേദനയാണ് തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് തമ്പുരാനെ. മാറാത്ത ഊരവേദന കൊടുത്തവരെ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. കാലുവേദനയാണ്, മുട്ടുവേദനയാണ്, തങ്ങൾ ദുആ ചെയ്യണം. മജ്ലിസ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലാ. അല്ലാഹുവേ, ഇബാദത്തിന് പോലും തടസ്സമുള്ള രോഗികളാ അല്ലാഹ് ഞങ്ങളെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. തലവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ. മൈഗ്രെയിൻ പോലുള്ള തലവേദന കൊടുത്ത് പ്രയാസത്തിലായിത്തല്ലേ അല്ലാഹ്. മാറാത്ത തലവേദന തന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ. നീയുടെ അസുഖങ്ങൾ പറഞ്ഞ് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. ലിവർ സംബന്ധമായ രോഗികളുണ്ട് തമ്പുരാനെ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഹൃദയ സംബന്ധമായ രോഗികളുണ്ട് തമ്പുരാനെ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ വന്ന് കെണുപ്പുകളിൽ സഞ്ചാരമുള്ളവരുണ്ട് അല്ലാ. അല്ലാഹുവേ, നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. തൈറോയിഡിന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് വിളിച്ചവരുണ്ട് അല്ലാ, നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കൊളസ്ട്രോളിന്റെ പ്രയാസങ്ങളുള്ളവര്, ഷുഗറിന്റെ പ്രയാസങ്ങളുള്ളവര്, പ്രഷറിന്റെ പ്രയാസങ്ങളുള്ളവര് വിളിച്ചവരുണ്ട് അല്ലാ. അത്തരം രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. ഉള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ നൽകല്ലേ അല്ലാ, ജീവിതത്തിൽ നൽകല്ലേ തമ്പുരാനെ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം പ്രവാസികളാണ് അല്ലാ. എന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും ദുരിതങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ജോലിയിലെ പ്രയാസങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ, ഇടങ്ങേറുകൾ കൊടുക്കല്ലോ അല്ലാ, ഇടങ്ങേറുകൾ കൊടുക്കല്ല തമ്പുരാനെ. നിരന്തരം നമ്മളുമായി ബന്ധപ്പെടുന്ന പ്രവാസികളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഖൈർ കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ തമ്പുരാനെ. ഖൈറിന്റെ കവാടം അല്ലാഹു അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടിലായിട്ടല്ല തമ്പുരാനെ. പ്രവാസ ജീവിതം അല്ലാഹുവേ പ്രയാസകരമാക്കല്ലേ അല്ലാ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലേ തമ്പുരാനെ. കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അറബിക്കടലിൽ കടന്ന് അക്കരെ മഈശത്തും തേടിപ്പോയവരാണ് അല്ലാ. അവരെ ബുദ്ധിമുട്ടിലായിത്തല്ല അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ, ദുരിതങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ. അവിടുന്ന് മരണപ്പെട്ട് നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്നൊരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ല അല്ലാ, ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ. അത് താങ്ങാറുള്ള മനക്കരുത്ത് അവരെ കുടുംബത്തിന് ഇല്ല അല്ലാ, കുടുംബ
കുടുംബത്തിന് ഇല്ല തമ്പുരാനെ. അല്ലാഹുവേ അത്തരം പ്രയാസങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ല അല്ലാ, ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ ഖൈറിന്റെ കവാടം തുറക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ മുശാഹദയിലായി ഞങ്ങളെ ജീവിപ്പിച്ച്, നിന്റെ മുശാഹദയിലായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ മരിപ്പിക്കണേ തമ്പുരാനെ. റഹ്മാനുർ റഹീമീനായ തമ്പുരാനെ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ കൽബുകളെ നന്നാക്കണേ തമ്പുരാനെ. ഹസദില്ലാത്ത കിബറില്ലാത്ത കൽബുകളാക്കി ഞങ്ങളെ കൽബുകളെ മാറ്റണേ അല്ലാ. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരുത്തുന്നൊരവസ്ഥ ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കല്ലേ അല്ലാ. ഞങ്ങളെ നോട്ടത്തിലോ ഞങ്ങളെ പെരുമാറ്റത്തിലോ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ, ബുദ്ധിമുട്ട് നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് കഅബ ഞങ്ങളെ കണ്ണുകളെ കൊണ്ട് കാണിക്കണേ അല്ലാ, ഞങ്ങളെ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ഷരീഫിലൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹി എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറഞ്ഞ് ഉമ്മ പെറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ തമ്പുരാൻ. ചെയ്തവർക്ക് ഇനി കൂടുതൽ ചെയ്യാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ, നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരല്ലോ നീ സ്നേഹിക്കണേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ. തങ്ങളെ ഞങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളെ വീഡിയോസുകൾ കാണുന്നവരാണ്, തങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. അത്തരം അവസ്ഥകൾ പറഞ്ഞ് വിളിക്കുന്നവരുണ്ട് തമ്പുരാനെ, അവർക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ, ഖൈറ് കൊടുക്കണേ തമ്പുരാനെ. അവരെ എല്ലാ ചെറുതുമായും വലുതുമായ പ്രയാസങ്ങളല്ലാ നീ ദൂരീകരിക്കണേ അല്ലാ, നീ ദൂരീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൺമറഞ്ഞു പോയവരുണ്ട് തമ്പുരാനെ. ഖബറിടം വിശാലമാക്കണേ അല്ലാ, ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ തമ്പുരാനെ. സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഖബർ ജീവിതം നീ ഖൈറിലാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം നീ ഖബർ വിശാലത നൽകണേ അല്ലാ, നീ വിശാലത നൽകണേ തമ്പുരാനെ. സ്വർഗപ്പൂന്തോപ്പാക്കണേ അല്ലാ, ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഖബർ ജീവിതം നീ ഖൈറിലാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാ, നീ വിശാലത നൽകണേ തമ്പുരാനെ. ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കണേ അല്ലാ, സ്വർഗപ്പൂന്തോപ്പാക്കണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടും. ഉണക്കക്കട്ടിൽ ഞങ്ങളെങ്ങനെ മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരികപ്പെടും. ആ സമയത്ത് മുഖത്ത് ഈമാനിൻ്റെ പ്രഭ നൽകണേ അല്ലാ, മുഖത്ത് ഈമാനിൻ്റെ പ്രഭ നൽകണേ തമ്പുരാനെ. വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസ എപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ജനാസ എപ്പെടുത്തണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ, ഖബറിൽ രക്ഷ നൽകണേ തമ്പുരാനെ. നിന്റെ മാലാക്കന്മാരുടെ സഹായമുള്ള ഖബറാക്കണേ അല്ലാ, ഖബറാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഖബറിൻ്റെ അദാബിനെ തൊട്ടും ഫിത്നയെ തൊട്ടും ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകൾ
അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. ഉപ്പൂപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റിഖായിലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്യാണം രണ്ട് കണ്ണ് കൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഏറ്റമേറ്റം ഹുദവി നൽകണേ തമ്പുരാനെ. സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം. അസ്സലാമു അലൈക്കും.